നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയാലോ. ഇന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്, അപ്പോൾ അതിന് പോകുന്ന റെഡിയാവുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ടുഡേ ഐ എം ഗോയിങ് ടു വെയർ ദിസ് ബ്യൂട്ടിഫുൾ സിൽവർ ആൻഡ് പിങ്ക് കോമ്പിനേഷനുള്ള പാകിസ്ഥാനി വെയർ ആണിത്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് ഡ്രസ്സ്. ഇത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. ഇത് ഇങ്ങനെ കുറച്ച് ക്ലോസപ്പിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഷിമ്മറി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത്. ഞാനത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഹാൻഡിൽ ഇതുപോലെ ഒരു ബെൽ സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനി സ്യൂട്ട്സ് എല്ലാം ഓൾവേസ് ബെൽ സ്ലീവ്സ് ഉള്ളതായിരിക്കുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതുപോലെ ഒരു ലേസും ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഒരു എൻഹാൻസിങ് ലുക്ക് ഈ ഡ്രസ്സിന് ആ ഒരു കളർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനായിരുന്നു കേട്ടോ ഈ സിൽവർ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അതും ഈ പാറ്റേണുമായിട്ട് ഓൾമോസ്റ്റ് മാച്ച് ആവുന്ന ഒരു ലേസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദുപ്പട്ട വരുന്ന ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സെയിം കളർ ദുപ്പട്ട തന്നെയാണ്. അതിൻ്റെ 4 സൈഡും ഇതുപോലെ ബ്രൊക്കേഡിൻ്റെ വർക്കും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഈ സൽവാർ സൂട്ടിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിങ്ക് അതുപോലെ പേസ്റ്റൽ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല ചില കളേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു കളറാണിത്. ഒരു മീഡിയം സ്കിൻ ടോണുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ ഈ പിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഷോപ്പിംഗ് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. അപ്പോൾ എൻ്റെ മിയമോളും ഏകദേശം ഈ ഒരു കളർ തന്നെയായിരുന്നു ഫ്രോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, മമ്മായി ഞാനും സെയിം കളറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ 2 പല്ല് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാക്കുണ്ട്. പക്ഷേ ആൾ ഓക്കെയാണ്, പുതിയ പല്ല് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാണല്ലോ വലുതായി പോകുന്നത്. കുഞ്ഞു വാവയുടെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്നലെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആൾ ഏകദേശം എൻ്റെ ഹാഫ് ഹൈറ്റ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനി നമുക്ക് പതുക്കെ മേക്കപ്പിലേക്ക് കിടക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് ചെല്ലുമ്പോൾ ഇഫ്താർ കഴിഞ്ഞിട്ടുണ്ടാകും. ഇഫ്താർ പാർട്ടി ആയതുകൊണ്ട് തന്നെ വലിയ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന എൻബയുടെ 4-in-1 പ്രൈമറും ബ്രൈറ്റനിങ് ക്രീമുമാണ്. ഇത് നല്ലൊരു സ്കിന്നിനൊരു മോയ്സ്ചറൈസ്ഡ് ഫീലും അതുപോലെ തന്നെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന്. അപ്പം ആദ്യം നമ്മളത് ത്രൂ ഔട്ട് എല്ലാ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ നല്ല ക്ലിയർ സ്കിന്നാണല്ലോ എന്താ ചെയ്തതെന്ന്. ഇത് ക്ലിയർ സ്കിന്നൊന്നും അല്ല, കുറച്ച് ഫിൽറ്ററും അതുപോലെ മേക്കപ്പും ലൈറ്റും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ശരിക്കും അത്ര ക്ലിയർ സ്കിൻ അല്ല എൻ്റെത്. ലൈറ്റ് അടിക്കുമ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് ബ്രൈറ്റ് ആവുന്നുണ്ട് സ്കിന്ന്. അതുപോലെ തന്നെ കുറച്ച് ഫിൽറ്ററും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആളെനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് എന്താ രണ്ടും 2 കളറിലിരിക്കുന്നതെന്ന്. എൻ്റെ കണ്ണ് 2 ഡിഫറെൻറ്റ് കളേഴ്സാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലെങ്കിലും സൺലൈറ്റ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് അടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്നൊരു ലൈറ്റ് ബ്രൗണും ഒന്ന് ഡാർക്ക് ബ്രൗണും ആണ്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ മേക്കപ്പ് ചെയ്യാൻ. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ് കേട്ടോ. എൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഒരുപാട് കളേഴ്സും ഉണ്ട്. പിന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന ഐ ഷാഡോസാണ് കേട്ടോ. ഇത് നല്ല നീറ്റ് ആൻഡ് ടൈഡി ഒക്കെ ആയിരുന്നു. എൻ്റെ മോള് കയറി പണിതിട്ടാണ് ഇതിങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. ഇഫ്താർ പാർട്ടി ആയതുകൊണ്ട് തന്നെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഹെവി മേക്കപ്പ് ലുക്കിലൊന്നും പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അങ്ങനെ ഐഷാഡോ ഒക്കെ നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഷാഡോയ്ക്ക് ബേസായിട്ട് ഞാൻ എപ്പോഴും കോമ്പാക്ട് പൗഡറിൻ്റെ കളർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അൺഈവൻനെസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് അറിയാത്ത രീതിയിലിരിക്കും. നിങ്ങൾക്ക് പെർഫെക്റ്റ് പാർട്ടി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസീലറും അതുപോലെ കളർ കട്ടറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ കളറാണ് എടുക്കുന്നത്, കാരണം എൻ്റെ ഡ്രസ്സുമായിട്ട് കുറച്ചുകൂടെ മാച്ച് ചെയ്യുന്ന കളർ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടറല്ലേ എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ മേക്കപ്പ് വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ഇതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് എൻ്റെ കണ്ണിൽ ബേസായിട്ട് ഈ ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളറാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഐഷാഡോ ഒരുവിധം സെറ്റായി. ഇനി നമുക്ക് അടുത്ത കളർ ചൂസ് ചെയ്യാം. അടുത്ത കളർ ഞാൻ ചൂസ് ചെയ്യുന്നത് ആദ്യം സിൽവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ ഒത്തിരി ഇങ്ങനെ വൈറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത കളർ ഈ ഒരു ബ്രോൺസ് കളറാണ് കേട്ടോ. ആ ബ്രോൺസ് കളർ വെച്ചിട്ടാണ് നമ്മൾ കോർണേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ബ്രോൺസ് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്രോൺസ് എന്ന് വെച്ചാൽ ഒരു പക്ക ബ്രോൺസ് അല്ല, ഒരു കോപ്പർ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ബ്രോൺസ് കളറാണ് കേട്ടോ. അത് നല്ലൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണത്.
പിന്നെ ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് കേട്ടോ. ഇത് ആക്ച്വലി കാണാൻ അത്ര ഹെവി അല്ല ആ കളറ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഞാൻ ജസ്റ്റ് ഹൈലൈറ്ററായിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോസ് കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എഫക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പാലറ്റിൻ്റെ പേര് പറഞ്ഞല്ലോ, ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ HD പാലറ്റാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള നൈക്കിയിൽ നിന്നാണ്. ഇത് വളരെ നല്ലൊരു പാലറ്റാണ്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിതിനകത്തുണ്ട്. ഹൈലൈറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഐ ഷാഡോസ് ആണെങ്കിലും അത്യാവശ്യം ഒന്ന് കോണ്ടോർ ചെയ്യണമെങ്കിലും അതൊക്കെ തന്നെ ഏകദേശം എല്ലാ കളേഴ്സും നമുക്കിതിലുണ്ട്. പിന്നെ ഡ്രസ്സിനനുസരിച്ചുള്ള കുറേ വെറൈറ്റി കളേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ മാക്കിൻ്റെ SPF 15 ആയിട്ടുള്ള HD ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് NC35 ആണ് കേട്ടോ. ഞാൻ ഷെയ്ഡ് സെലക്ട് ചെയ്തതൊക്കെ ശരിക്കും ലുലുവിൽ പോയിട്ട് മാക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവരോട് തന്നെ ട്രയൽ ചെയ്തിട്ടാണ് ഞാൻ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിലൊക്കെ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഷെയ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ചിലപ്പോഴൊക്കെ ഡാർക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം റിസ്ക് എടുക്കാൻ നിന്നില്ല. മാക്കിൻ്റെ ഷോറൂം ലുലുവിൽ വന്നപ്പോൾ തന്നെ ഞാൻ പോയി അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഫൗണ്ടേഷൻ വാങ്ങിച്ചു. മാക്കിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫൗണ്ടേഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതും ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഗ്ലോസി ഫിനിഷ് കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ മാറ്റ് ഫിനിഷ് ആയിരുന്നു ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസിലിടുന്ന പ്രൈമർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും എല്ലാം തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നെക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഓടായിട്ട് തോന്നും. ഫേസ് മാത്രം വേറൊരു ഷെയ്ഡും അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് നിൽക്കും. നെക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഫേസിലിടുന്ന ഫൗണ്ടേഷനും ക്രീമും ഒക്കെ തന്നെ നെക്കിലിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഐഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഐലൈനർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഐക്കോണിക് ഐലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ലാക്മേയുടേത്. ഇതിൻ്റെ ബ്രഷ് നല്ല ലോങ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഭയങ്കര ഒരു ലിപ്സ്റ്റിക് എൻതൂസിയസ്റ്റ് ആണ്. YSLൻ്റെ ഈ റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റിനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് അറിയില്ല. അതെ, ഇതാണ് കേട്ടോ ഷെയ്ഡ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് ഞാൻ ഭയങ്കര ഒരു ലിപ്സ്റ്റിക് ഭ്രാന്തി ആയതുകൊണ്ട് എൻ്റെ സിസ്റ്ററിലോ എനിക്ക് കാനഡയിൽ നിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ഉള്ള സമയത്ത് കൂടുതലും ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ചുണ്ടൊക്കെ ചെറിയ രീതിയിൽ റഫായിരിക്കും. ആ ടൈമിൽ ഞാൻ കൂടുതലും ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ പ്രിഫർ ചെയ്തത്. ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഈ ലിപ്സ്റ്റിക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെയ്യാനുള്ള ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഐബ്രോസിന് ഞാനിപ്പോൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മസ്കാരയുടെ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്നും ചെയ്ത് കൊടുക്കത്തുള്ളൂ. കാരണം ഹെവി മേക്കപ്പ് ലുക്ക് എനിക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കൊരു പാർട്ടി ലുക്കൊക്കെ വേണമെങ്കിൽ ശരിക്കും ഐബ്രോ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഐബ്രോ കേക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഞാൻ എന്നിട്ട് ഐലാഷസും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറാക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഇഫ്താർ പ്രോഗ്രാമിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഹെവി മേക്കപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര ലൈറ്റായിട്ട് ചെയ്യുന്നത്. ഇനി ഇത് ലൈറ്റായിട്ടാണോ ഈ ചെയ്തേക്കുന്നത് എന്ന് ആരും ചോദിച്ച് കമൻറ്റ് ഇട്ട് കളിയാക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് കണ്ണ് താഴെ എഴുതാൻ വേണ്ടിയിട്ട് റിനയുടെ ബ്ലാക്ക് കോളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ വളരെ ലൈറ്റായിട്ട് എഴുതി കൊടുക്കുന്നുള്ളൂ. ആക്ച്വലി ഇത് ഒറ്റ സ്ട്രൈക്കിൽ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ വളരെ ലൈറ്റായിട്ട് ഫോഴ്സ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. താഴെ ഒത്തിരി തിക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല ഹെവി ലുക്കായി പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്ര തിക്നെസ് ആയിട്ട് എഴുതുന്നില്ല കേട്ടോ. ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ആരോട്ടും ഷെയർ ചെയ്യാതിരിക്കുക. ഇൻ കേസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ബ്രഷും അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഈ റിനയുടെ കാജൽ ഒരുപാട് വൈറലായിരുന്നു. പക്ഷേ ശരിക്കും ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഷാർപ്പനറും വരുന്നുണ്ട്. യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഇത്രയും ചെറുതായി പോയത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഗോൾഡ് ഇയറിംഗ് അത്ര പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒരു സിൽവർ ഇയറിംഗ് പെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇതിനോട് നന്നായിട്ട് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോൾഡ് ഇയറിങ്ങിന് പകരം നമുക്ക് ഈ സിൽവർ ഇയറിംഗ് പെയർ ചെയ്യാം. ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ഇടുമ്പോൾ മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓവറായി പോകും. അപ്പോൾ അതുകൊണ്ട് മാല ഞാനിതിന് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള നെക്കായിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഫ്താർ പാർട്ടിക്ക് ഇത് തന്നെ ഇത്തിരി ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മതിയെന്ന് ഞാൻ തൽക്കാലം വിചാരിച്ചു. ടിസോയുടെ ഒരു സിൽവർ കളർ വാച്ചാണ് കേട്ടോ ഞാൻ ഇതിലൂടെ പെയർ ചെയ്യുന്നത്. വാച്ചില്ലാത്തൊരു ജീവിതം എനിക്കില്ല. എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറിയൊരു വാച്ച് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന വാച്ചസ് തന്നെ ആയിരിക്കും കേട്ടോ. വാച്ച് ശരിക്കും എൻ്റെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് കേട്ടോ. വാച്ച് ഇടാതെ എവിടെയെങ്കിലും പോയാൽ എനിക്ക് എന്തോ ഒരു വലിയൊരു മിസ്സിങ് ഫീലിംഗ് ആണ് കേട്ടോ. അതുപോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.
എനിക്ക് സിൽവർ ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇതുപോലെ സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് ഗോൾഡിലൊക്കെ വരുന്ന ജ്വൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ കണ്ടാലും വാങ്ങിക്കും കേട്ടോ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ കമ്മൽ മാത്രം സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെ ഒരാളുടെ നിന്ന് വാങ്ങിച്ചാണ് ഇത് കേട്ടോ. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. കാരണം എവിടെയും ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ജിമിക്ക് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഹെയർ ഒന്ന് സ്മൂത്തനിങ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി എനിക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നതാണ് ചെറുതിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് ഷോർട്ട് ഹെയർ ആക്കി. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയി അവിടുത്തെ വെള്ളമൊക്കെ കാരണം നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഹെയർ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഹെയർ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഒന്ന് പിരിച്ച് സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് കുത്തൂല അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അത് അത്രയ്ക്ക് വേണ്ട, കുറച്ച് ഹെവി ആയി പോകും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ അതെനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെയും ഫേസിനും അത്ര സ്യൂട്ടാവുന്നില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ലാസ്റ്റ് മിനിറ്റിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫ്രീ ഹെയർ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹെയർ ആദ്യം വിചാരിച്ചു പിന്നെ സെറ്റ് ചെയ്യാമെന്ന്, പിന്നെ തോന്നി എനിക്ക് ഇത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് ഹെയർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇങ്ങനെ തന്നെയാണ് പിന്നെ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ കുറേ ഹെൽത്ത് റിലേറ്റഡും അതുപോലെ ഡെൻ്റൽ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇഫ്താർ പാർട്ടിയാണ് ദുപ്പട്ടയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ നേരെ ഇഫ്താർ പാർട്ടിക്ക് പോയി. അറൗണ്ട് 54 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇഫ്താർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മുസ്ലിംസും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് ഫസ്റ്റ് ടൈമായിട്ട് ഇഫ്താർ പാർട്ടിക്ക് വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ശരിക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബാങ്ക് വിളിക്കുന്ന സമയമായപ്പോൾ അവിടെ ബാങ്ക് മൈക്കിലൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ ടൈമിൽ തന്നെ നോമ്പ് തുറക്കാനും ഒക്കെ അത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ജ്യൂസസും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും നോമ്പിൻ്റെ ക്ഷീണം കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇഫ്താറിൻ്റെ ആ ഒരു ഇവൻറ്റ് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആക്ച്വലി കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. കാരണം നോമ്പായതുകൊണ്ട് അതിൻ്റെ ഒരു ടയർഡ്നെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് നമുക്കറിയാവുന്ന കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇഫ്താർ പാർട്ടിക്ക് പോയിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യൂ കേട്ടോ. രാത്രിയായി നമ്മുടെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്തായാലും സബ് ചെയ്തിട്ട് കാണും കേട്ടോ. പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.